ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾ ഏലക്ക ചേർക്കണമെങ്കിൽ ഏലക്കയും കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോ ഏലക്ക പൊടിയായിട്ടാണ് ചേർക്കണത്, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ചേർക്കാത്തത് കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഏലക്ക ചേർക്കണമെങ്കിൽ ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു നുള്ള് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നു പോയിരുന്നു. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ആ മുട്ടയൊക്കെ അടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചേർത്തിട്ട് അടിക്കാം കേട്ടോ. ഞാനത് മറന്നു പോയോണ്ടാണ് വീണ്ടും ചേർത്തത്. ഇനി ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 2 മുട്ട എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇനി ഇതുപോലത്തെ ചെറിയ ബൗളുകളിലാട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതുപോലത്തെ 2 ബൗളിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ ഇത് ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നട്ട്സോ കിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. എന്ത് വേണമെങ്കിലും ഡെക്കറേഷനൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. താഴെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് വയ്ക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കി. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടൂത്ത് പിക്ക് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്കും നല്ല ക്ലീനാണ്. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിത് എടുക്കാം. അപ്പോൾ 15 മിനിറ്റ് തന്നെ വേണ്ടി വരും കേട്ടോ ഇത് റെഡി ആവാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്, ശരിക്കും അറിയിട്ടില്ല കേട്ടോ. എന്നാലും ഇത് സൈഡൊക്കെ കണ്ടോ നന്നായിട്ട് വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.